കുഞ്ഞിന് ആരുമില്ലാതായപ്പോൾ സത്യമാണ് കിച്ചുണ്ട്, മറ്റു ബന്ധുമിത്രാദികളുണ്ട്. പക്ഷെ ഒരു അമ്മയേക്കാൾ വലുതല്ല മറ്റാരും ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിനും. അതിപ്പം മനുഷ്യനായാലും മൃഗമായാലും അമ്മയോളം ഒക്കെ ഇല്ല മറ്റാരും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇപ്പോൾ എല്ലാവരും സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നു എന്ന് ഞാൻ കരുതുന്നു. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. ഹായ്, ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവയൽ എന്ന് പറയുന്ന വൈദികൻ കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നടത്തിയ പ്രാർത്ഥനാ ചടങ്ങുകളിലെ കാർമ്മികത്വം വഹിച്ചതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് താഴെ ഞാൻ രേണുസുധീനെ വെള്ളപൂശാൻ വന്നിരിക്കുന്നു, രേണുസുധീനെ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള കമന്റുകളൊക്കെ ധാരാളം കണ്ടു. പക്ഷേ ജിനൂസ് ഉൾപ്പെടെയുള്ള മറ്റു യൂട്യൂബേഴ്സ് ഈ ഒരു വിഷയം എടുത്ത് വെച്ച് ചെയ്തപ്പോഴത്തേക്ക് ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വിഷയം എൻ്റെ ചാനലിൽ കാണുവാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, കമന്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ അത് വേറെയും കുറേയധികം വീഡിയോസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തൊപ്പി ആൻഡ് ഗ്യാങ്ങിൻ്റെ കുണ്ടാമണ്ടി ലീലകളെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ നമ്മുടെ സജനാനൂറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ ഈ ഒരു കണ്ടന്റ് കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ചാനൽ നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന സബ്ജക്റ്റ് വേറൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയം അങ്ങനെ അധികം എടുക്കാതിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ രോഗവിവരം അറിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു കാര്യം എടുക്കാറേ ഇല്ല. എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഇഷ്ടം പോലെ സബ്ജക്റ്റ് ഉണ്ട്. അത് ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, അത്രമാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ ഫൈനലി രേണുസുധി വന്ന് സ്വയം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് അവർക്ക് ക്യാൻസർ ആണ്. ഇപ്പോൾ 3rd സ്റ്റേജിലാണ് നിൽക്കുന്നത്. ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. മെഡിക്കൽ റെക്കോർഡ് സഹിതമാണ് രേണുസുധി വന്ന് ഈ കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അതവർ ആ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നുമുണ്ട്. ഇതിൽ കൂടുതൽ സംശയമുള്ളവർ, ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടിയവർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വിഭാഗത്തിൽ ചെന്ന് ഒരു വിവരാവകാശം വെക്കുക. അവിടുന്ന് അത് കിട്ടുവാണെങ്കിൽ വാങ്ങുക. റെക്കോർഡ്സ് കിട്ടുന്നത് പബ്ലിഷ് ചെയ്താലും കുഴപ്പമില്ല, കിട്ടുന്ന അടി അത് പബ്ലിഷ് ചെയ്യില്ല. കാരണം നാണക്കേടാണ്, മറ്റൊന്നുമല്ല. എന്തെല്ലാം തെളിവ് കൊണ്ട് മുന്നോട്ട് വെച്ചാലും അക്സെപ്റ്റ് ചെയ്യാത്ത കുറേയധികം ആളുകളുണ്ട്. അവരോടാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ അതുൽ ബ്രോ, ബിഗ് സല്യൂട്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരാളുടെ രോഗവിവരം അറിഞ്ഞു, നിങ്ങൾക്ക് അത്രത്തോളം അത് ആ ഒരു വ്യക്തിയോട് എതിർപ്പുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഉണ്ടായിട്ടും ഇവരുടെ രോഗവിവരം അറിഞ്ഞിട്ട് നിങ്ങൾ അത് മറച്ചു വെച്ചു. അത് നിങ്ങൾ കാണിച്ച മനുഷ്യത്വം, അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത് വിറ്റ് നിങ്ങൾക്ക് വേണേൽ കണ്ടന്റ് ആക്കാമായിരുന്നു, നിങ്ങളത് ചെയ്തില്ല. അങ്ങനെ കിട്ടുന്ന ക്യാഷ് വേണ്ട എന്ന് നിങ്ങൾ വെച്ചു. പക്ഷെ നിങ്ങളെയും കൂടി ഇതിലേക്ക് വലിച്ചെടുത്ത ഒരു യൂട്യൂബറുണ്ട്. എനിക്ക് ആ വ്യക്തിയോട് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല. അവരുടെ അന്തം ഫാൻസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഈ ഒരു അസുഖത്തെ പോലും വിറ്റ് കണ്ടന്റ് ആക്കി ഫുഡ് അടിച്ച് അവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാരണമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോലും ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഞാൻ അതുലിൻ്റെ വീഡിയോ കണ്ട ശേഷമാണ് ആ വീഡിയോ ചെയ്തതെന്നായിരുന്നു അന്ന് പറഞ്ഞത്. എനിക്കും കുറേയധികം കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അതുലിൻ്റെ വീഡിയോ കണ്ടതിന് തൊട്ട് പിന്നാലെ രേണുസുധിയുമായിട്ട് അടുത്ത കോണ്ടാക്ട് ഉള്ള വ്യക്തികളെ ഞാൻ വിളിച്ചിരുന്നു, ശ്രീതു ഉൾപ്പെടെയുള്ള ആളുകളെ. അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഇങ്ങനെ ഒരു ന്യൂസ് ഞങ്ങളും കേൾക്കുന്നുണ്ട്, അത് അവൾ തന്നെ വന്ന് പറയട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ഇതിങ്ങനെ വിവാദം മൂത്ത് വന്നപ്പോഴാണ് ഞാൻ അതുലിൻ്റെ വീഡിയോനെ റെഫറൻസ് ആക്കിക്കൊണ്ടാണ് ചെയ്യുന്ന തരത്തിൽ ഒരു വീഡിയോ ഞാനും ചെയ്തത്. അതിനുശേഷം മെഡിക്കൽ റിപ്പോർട്ട്സ് വേണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടത്തിയ കുറേയധികം ഡ്രാമകൾ ഞങ്ങളെല്ലാവരും കണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള പണി ഞങ്ങൾ എടുത്തപ്പോഴത്തേക്ക് ഇപ്പം ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ആ നേഴ്സിൻ്റെ പണിയും പോയി കിട്ടുന്ന ലക്ഷണമാണ്. എന്നാലും നമുക്ക് രേണുസുധിയുടെ ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം. മെഡിക്കൽ റെക്കോർഡ് ഉൾപ്പെടെ അവർ കാണിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. കരീഷ്മ അറിയാം, മാനേജർ എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല. കാരണം അവരൊക്കെ വിഷമിക്കും. കരീഷ്മയോട് പറഞ്ഞത് തന്നെ കരീഷ്മ എന്നോട് ചോദിച്ച് എന്താടി നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസമായി അവൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്. അവൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്. ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. കരീഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചി അറിഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു കരീഷ്മ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി പെറ്റ് സ്കാൻ എടുത്തിട്ട്. അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം,
അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അവർ ഈ കഴിഞ്ഞ അവരുടെ ഇതിൽ അതായത് മുന്നമേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്. പക്ഷെ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. ഇതെന്താണെന്ന് അറിയേണ്ടത്, ഇതെന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണെന്ന് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചു. പതോളജി റിപ്പോർട്ടാണ് നമ്മുടെ പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇത് ഇവർക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു വിഷയമല്ല. ഇത് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. ഇവരുടെ 15ാമത്തെ വയസ്സിൽ ഇവരുടെ ബ്രസ്റ്റിന്റെ സൈഡിൽ ഒരു മുഴ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവർക്ക് ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അന്നേ ഇവരോട് ഡോക്ടർ പറഞ്ഞു ഇത് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് ക്യാൻസറിന് സാധ്യതയുണ്ട് എന്ന് ഇവരോട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ അതൊന്നും കാര്യമാക്കാതെ ഇത് വെച്ച് പഴകിച്ചതാണ് ഇത്രത്തോളം വിഷയമായത്. അല്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഈ ഒരു രോഗാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു. അത് രേണുസുതിയുടെ ഭാഗത്തും കുറേയധികം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയും ഒന്ന് കാണാം. മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്. ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? അവരെൻ്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാനല്ലേ പറ്റത്തുള്ളൂ. ചേച്ചിയായിട്ടും കരിഷ്മയൊക്കെ ആയിട്ടും പപ്പായമ്മയൊക്കെ പലപ്പോഴും പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ ആണെന്നോർത്ത് ഞാൻ കരഞ്ഞില്ല. കിച്ചു വലുതായി വൃതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തേലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാവും. അപ്പം ഇവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാനും അത്ര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ ഒരു കുഞ്ഞിന് ആരും ഇല്ലാതായപ്പോൾ സത്യമാണ്. കിച്ചുണ്ട്, മറ്റു ബന്ധുമിത്രാദികളുണ്ട്, പക്ഷെ ഒരു അമ്മയേക്കാൾ വലുതല്ല മറ്റാരും ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിനും. അതിപ്പം മനുഷ്യനായാലും മൃഗമായാലും അമ്മയോളം ഒക്കെ ഇല്ല മറ്റാരും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇപ്പോൾ എല്ലാവരും സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നു എന്ന് ഞാൻ കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ പോയി ചെയ്താൽ മതി. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. ഇവക്കിനിപ്പോൾ ക്യാൻസർ ആണെങ്കിൽ ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുന്നിട്ട് നിൽക്കുന്നു. നിങ്ങൾ എന്തിനു മുന്നിട്ട് നിൽക്കണം? ഇല്ലാത്ത എത്രയോ ആരോപണങ്ങൾ ഇതിനെതിരെ കൊണ്ടുവന്നു. സാനിറ്ററി നാപ്കിനകത്ത് സ്വർണം കടത്തി, അതേപോലെ തന്നെ ഗർഭനിരോധന ഉറയ്ക്കകത്ത് സ്വർണം കയറ്റി വെച്ചിട്ട് അത് പ്രൈവറ്റ് പാർട്ടിനകത്ത് ഒളിപ്പിച്ചുകൊണ്ട് കടത്തിക്കൊണ്ട് വന്നു എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ചുമ്മാ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇതിനെതിരെ ഉന്നയിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഇതിനെ വലിച്ചു കീറിയിട്ടത് നിങ്ങളാണ്. അന്ന് ആ സ്വർണ്ണക്കടത്ത് വിവാദം ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ പരാതി കൊടുത്ത രേണുസുതിക്കെതിരെ അല്ല, നിങ്ങൾ പെടാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എനിക്കറിയായിരുന്നു അത് നിങ്ങളുടെ AKSMA ഗ്രൂപ്പിനകത്ത് ഉണ്ടാക്കിയ ഫേക്ക് എവിഡൻസുകളാണ്. അതിനകത്ത് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ്, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ട് ഗ്രൂപ്പ്, പിരിവെടുക്കാൻ വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ്, മത തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ്. ഇത്ര ആളുകളുണ്ട്. അതിനകത്ത് എൻ്റെ ആളുകളുണ്ട് സ്പൈ ആയിട്ട്. എനിക്ക് വേണ്ടപ്പെട്ട പല ആളുകളുടെ സ്പൈകളുണ്ട് അതിനകത്ത്. അത് നിങ്ങൾക്കും അറിയാം. അതിനകത്ത് 28-കാരിയായിട്ട് നിങ്ങൾ പരകായ പ്രവേശനം നടത്തിയതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആ ഫേക്ക് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന എവിഡൻസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ആ ഒരു വിഷയത്തിൽ പരാതി കൊടുത്തത്. അതിനുശേഷം നിങ്ങൾ സ്വർണ്ണക്കടത്തിനെ പറ്റി ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. എനിക്കറിയായിരുന്നു അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഇനി എന്തിനാ ഈ പാവത്തിനെ വീണ്ടും ഇട്ടിങ്ങനെ ഇനി ഇതിന്റെ അസുഖമാണെന്ന് മനസ്സിലാക്കിയോണ്ട് ഇനിയിപ്പോൾ സെന്റിമെന്റലുമായിട്ട് വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം മാക്സിമം ഉപദ്രവിക്കാന്നല്ല, അത്ര ഉപദ്രവിച്ചില്ലേ, ഇനി മതി. ഇനി ഇതിനെ വിറ്റ് തിന്നരുത്, ദൈവത്തെ ഓർത്ത്. ശരിയാ, ഞാൻ ഇവർക്കെതിരെ പലപ്പോഴും രംഗത്ത് വന്നിട്ടുള്ള, ഞാനും പലപ്പോഴും പരാതി കൊടുത്തുള്ള, അതല്ല ഇവരുടെ നാവുദോഷത്തിന്റെ പേരിലായിരുന്നു. ഇവർ കാണിച്ചു വെച്ച തോന്നിവാസങ്ങൾക്കെതിരെ മാത്രമേ ഞാൻ ശബ്ദിച്ചുള്ളൂ, ഞാൻ ഇവർക്കെതിരെ കേസ് കൊടുത്തുള്ളൂ. പക്ഷെ നിങ്ങളെപ്പോലെ ഇല്ലാത്ത എവിഡൻസുകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിച്ച് ഇവരെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ, അതിനു വേണ്ടിയിട്ട് ഞാൻ നിലനിൽക്കാറുള്ളൂ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധവുമില്ല അന്ന് ഇവർക്കെതിരെ ഞാൻ ചെയ്തതിനെ കുറിച്ചൊന്നും. പക്ഷേ ഇവർക്കൊരു അസുഖമുണ്ട് എന്നറിഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാക്ക് ഔട്ട് ചെയ്തത്. കാരണം ഞാനും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. രേണുസുതിയെ പോലെ തന്നെ ഉണ്ടായ ഒരു ഇഞ്ചുറി വെച്ച് വൈകിപ്പിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്.
ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായൊരു മിസ്റ്റേക്കാണ്. ഇവർക്ക് അന്ന് അത് ആ ഒരു ഓപ്പറേഷനിലൂടെ എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഇവർ ഇത്ര അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്തായാലും ദൈവം ഇവർക്ക് നല്ലത് വരുത്തട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. എനിക്ക് പിന്നെ കിച്ചുവിനോടൊന്നേ പറയാനുള്ളൂ, എല്ലാം മറന്ന് നീ തിരിച്ചു വരണം. നിന്റെ അനിയൻ അല്ലെങ്കിൽ ആരും ഇല്ലാതെയായിപ്പോ നീ ഇപ്പൊ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാലഘട്ടത്തിൽ നിന്നെ മകനെപ്പോലെ തന്നെ നോക്കിയ ഒരു അമ്മയല്ലേ, അതുകൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ വന്ന് ഇവരെ ഒന്ന് സഹായിക്കുക. പണമായിട്ടൊന്നും വേണ്ട, നീ ഒന്ന് സപ്പോർട്ടീവായിട്ട് നിന്നാൽ മതി. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി, ഒന്ന് ബൈ.